ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ജേർണിയെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ മുന്നത്തെ ഗിവ് അവേയുടെ വിന്നറെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതിന് മുന്നേ സെലക്ട് ചെയ്ത് 2 പേർക്കും നമ്മൾ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരെയും സെലക്ട് ചെയ്യാഞ്ഞത്. ഇപ്പം നമ്മൾ അവർക്ക് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയായി. ഈ ആഴ്ചത്തെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. 2020 ഫെബ്രുവരി 14 കേട്ടോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ അനുജനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ്റെ ആഗ്രഹത്തിൽ മേലാണ് കേട്ടോ അന്ന് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും. അന്നത്തേക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും തംബ്നെയിൽ കൊടുക്കുന്ന എല്ലാം അവനായിരുന്നു. എൻ്റെ പഴയ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെയൊക്കെ തംബ്നെയിലൊക്കെ പ്രോപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള എൻ്റെ ഒരു വീഡിയോസിനും അല്ലെങ്കിൽ എൻ്റെ ഒരു ഷോർട്സിനും തംബ്നെയിൽ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അഥവാ ഏതെങ്കിലും ഒന്നിനുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു തട്ടിക്കൂട്ട് തംബ്നെയിൽ മാത്രമായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ ഇൻഷൂട്ടിൽ തന്നെ എങ്ങനെയും എനിക്കതിൻ്റെ തംബ്നെയിൽ കറക്റ്റായിട്ട് കൊടുക്കാനറിയില്ല ഇപ്പോഴും. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. ഇപ്പോഴും ഒരുപാട് അറിയില്ല, എന്നാലും ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിയില്ലായിരുന്നു. എത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നോ അല്ലെങ്കിൽ എത്ര വ്യൂസോ വാച്ച് അവേഴ്സോ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നമ്മുടെ കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കും. ആ ഒരു വീഡിയോ ഈ ഒരു ഫോണോട് കൂടി തന്നെ അവന് കൊടുക്കും. അവൻ എപ്പോഴും അതിൽ എഡിറ്റിങ്, ആദ്യമൊക്കെ മ്യൂസിക് മാത്രമായിരുന്നു കേട്ടോ. പിന്നെയാണ് അവൻ പറഞ്ഞത് അതിലൊന്നും നമുക്ക് റീച്ച് കിട്ടാൻ ചാൻസ് ഇല്ല, നമുക്ക് വോയിസ് ഓവർ കൊടുത്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വന്നുകൊണ്ടിരുന്നത്. എന്നാലും എനിക്ക് അത്രയും ഞാൻ ഇഷ്ടപ്പെട്ട അന്ന് ഈ തുടക്കത്തിൽ ഞാൻ ഒട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വീഡിയോസ് ചെയ്തതും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നതൊക്കെ ഞാൻ എൻ്റെ അനിയൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പം വീഡിയോസ് ചെയ്യുന്നതും എല്ലാം അവന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇപ്പം അവൻ ഞങ്ങളുടെ കൂടെയില്ല. അവന് അന്ന് ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇത്രയും വലിയൊരു ഫാമിലി എനിക്ക് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും എന്നെ പുറത്തുനിന്ന് വെച്ച് കണ്ടാൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുമെന്ന് പോലും അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് മടുപ്പ് അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ലാതെ തോന്നിയത് ഒരു വിധത്തിൽ നമുക്ക് വ്യൂസ് കൂടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. ആദ്യമൊക്കെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലെ റിലേറ്റീവ്സിനൊക്കെ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് മാത്രമാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അതും ഒരുപാടൊന്നുമില്ല കേട്ടോ, 1-2 ആൾക്കാർ മാത്രം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാൾ പിന്നെ വീഡിയോസ് എടുക്കാതെയായി. അപ്പോൾ വീണ്ടും അവൻ പറയും, നീ ഇങ്ങനെ ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, പിന്നും നിർത്തും, പിന്നും ഇടും, പിന്നും നിർത്തും. അങ്ങനെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ഒരവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയാണ് അവന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച പോലെ ഒരു രീതിയിൽ എത്തണം എന്നുള്ള എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. എനിക്ക് മാക്സിമം എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ആ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നൊരു സമയത്തൊരു വീഡിയോ എനിക്ക് അത്യാവശ്യം എന്നല്ല, ആ ഒരു വീഡിയോ എന്നാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. അന്നുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ പോയിട്ട് നമുക്ക് ആഗ്രഹം കാണും, പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ലായിരുന്നു അന്നത്തെ ആ ഒരു 1K സബ്സ്ക്രൈബർ. ആ ഒരു ലെവലിൽ ഞാൻ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ഒരു മൊമെൻ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത്, കാരണം ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ ഒരുപാട് പേര് ഇങ്ങനെ നിനക്ക് വേറെ ജോലിയില്ലേ എന്നുള്ളത് കളിയാക്കുന്ന രീതിയിൽ ചില ആൾക്കാർ നമ്മുടെ മുഖത്ത് നോക്കി അവരൊരു തമാശ രീതിയിൽ പറയെങ്കിലും പക്ഷെ അത് നമുക്ക് മനസ്സിൽ വല്ലാണ്ടങ്ങ്
കൊള്ളുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പോഴുപോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും വലിയൊരു ഫാമിലി എനിക്കും ആവുമെന്നുള്ളതും. അതേപോലെ തന്നെ ആട്ടെ ഗിവ് അവേയും ഒരിക്കൽ പോലും ഞാൻ സ്വപ്നം പോലും കണ്ടില്ല എനിക്ക് ഞാൻ ഗിവ് അവേ നടത്തിയിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ഞാനിപ്പോൾ ഗിവ് അവേ നടത്തിയിട്ട് 2 പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കത് അവരുടെ കയ്യിൽ കിട്ടി. അവരുടെ ആ ഒരു വീഡിയോസ് നമുക്ക് അയച്ചു തന്നപ്പോൾ അവരുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നേയൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഗിവ് അവേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ നമുക്കൊന്നും അതിൽ നിന്നൊന്നും കിട്ടാറില്ല. അതേപോലെ തന്നെ കേട്ടോ എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് വലിയ ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്, എന്നാൽ കഴിയുന്നൊരു കുഞ്ഞു ഗിഫ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ മേൽ കൊടുക്കുന്ന കേട്ടോ. കാരണം ഞാൻ അന്നൊരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പം അതേപോലെ ആഗ്രഹിക്കുന്നത് എല്ലാവരും കാണുമല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. പണ്ടൊക്കെ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നേ. കാരണം സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. കാരണം ആൾക്കാരെന്ത് പറയും, കളിയാക്കുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ മുന്നേ ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറയാറുണ്ട് കേട്ടോ സൗണ്ട് കൊള്ളില്ല എന്നുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ആരുടെ ഫോണിൽ എൻ്റെ വോയിസ് ഇട്ടാലും ഞാൻ അപ്പോൾ ഓഫ് ചെയ്യും. കാരണം എനിക്ക് എൻ്റെ വോയിസ് തന്നെ കേൾക്കുമ്പോൾ ഒരു എന്തോ പോലെയാണ്. പിന്നെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാൻ എനിക്ക് കൂടുതലും വോയിസ് ഓവർ കൊടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സമയം കുറച്ച് കുറവായതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള താമസം വരുന്നത്. എൻ്റെ ഇളയാൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾ നല്ല രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു വോയിസ് ഓവർ ഫുള്ള് കട്ട് ചെയ്യുകയാണെങ്കിൽ അതും പാടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാക്കി വിശേഷത്തിലേക്ക് വരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്ന എൻ്റെ പരിപാടി കണ്ടിന്യൂസ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു 2.5 വർഷമായിട്ടാണ്. ഈ ഒരു 2.5 വർഷമായിട്ട് ഞാൻ മാക്സിമം ഡെയിലി അല്ലെങ്കിൽ ഒരു ഡെയിലി ഇടുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും അസൗകര്യം കൊണ്ടിട്ട് ഇടാൻ പറ്റില്ലെങ്കിലും ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇപ്പോൾ ഇടാറുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് അവന് വേണ്ടിയിട്ട് ഇത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ എൻ്റെ ഇടയ്ക്കുള്ളൊരു ഷോർട്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കാര്യം എന്താണെന്നൊന്ന് പറയുമോ എന്നുള്ള കാര്യം. ഈ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ അനുജൻ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ മരിച്ചത് മാർച്ച് 19-നാണ്. 19 ആണ് ആൾ മരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ 20-നായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 ദിവസം അന്ന് മുതൽക്ക് വരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു ദിവസമാണ് കേട്ടോ. അവന് അന്ന് എനിക്ക് നേടിക്കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവന് നേടിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു രീതിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയാലും എൻ്റെ ഫാമിലിയിലെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ട് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ലെവലിൽ എത്താനായിട്ട് എന്നെ സഹായിച്ചത്. കാരണം ഇവരുടെ ആരുടെയും സപ്പോർട്ട് എനിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു രീതിയിൽ എത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞു സ്റ്റോറി. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ ഗിവ് അവേക്ക് കൊടുത്തിട്ടുള്ള 2 പേരുടെ ഗിഫ്റ്റുകളും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണണം. പിന്നെ കമൻറ്റ് ഇടുന്നവർ ഒരുപാട് കമൻറ്റ് ഇടണ്ട കേട്ടോ. ഒരു കമൻറ്റ് ഇട്ടാലും മതി. കാരണം നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് പ്രശ്നം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ഇടണ്ട, ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗിഫ്റ്റുകളും കാര്യങ്ങളും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.